Hi friends, welcome to Competitive Cracker. ഞാൻ ശ്രീകല. നമ്മുടെ ഏകലവ്യ എക്സാംസ് ഡിസംബർ 13 ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇനിയുള്ള ദിവസം എന്ന് പറയുന്നത് വളരെ കുറച്ച് ദിവസങ്ങളൂടെ ഉള്ളൂ. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് വന്നപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഒരുപാട് പ്രതീക്ഷയായിരുന്നു. കാരണം ഒത്തിരി വേക്കൻസീസ് ഉണ്ട്, നല്ല പേ സ്കെയിലാണ്. അപ്പോൾ ഒരുപാട് പേര് വളരെ ആകാംക്ഷയോടുകൂടി അല്ലെങ്കിൽ വളരെ കാര്യമായിട്ട് പഠിച്ചു തുടങ്ങിയ ഒരു പരീക്ഷയാണ്. എന്നാൽ എവിടെയൊക്കെയോ വെച്ച് നമ്മുടെ പഠിത്തം അവിടെ ഇവിടെയൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ടെൻഷനും വേണ്ട. ഇനി നിങ്ങൾക്ക് മുന്നിലുള്ള 20-25 ദിവസങ്ങൾ ധാരാളമാണ് ഈ പരീക്ഷ ക്ലിയർ ചെയ്യാനായിട്ട്. കാരണം ആദ്യം നടക്കുന്നത് പ്രിലിമിനറി എക്സാം ആണ്. സോ ഇത് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതല്ലേ നമ്മുടെ ആവശ്യം. തീർച്ചയായിട്ടും അതിനുള്ള സമയം നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. കൃത്യമായിട്ട് പഠിക്കുക. പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് ഒരു ടൈം ടേബിളാണ്. ഈ ടൈം ടേബിളിൽ വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായി പഠിക്കേണ്ട കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക. അതായത് ഇപ്പോൾ എനിക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ഒരു സാധനത്തിനെ പഠിക്കാം. പക്ഷെ പഠിക്കുമ്പോൾ ആ പരീക്ഷയ്ക്ക് വേണ്ട സാധനങ്ങളാണ് പഠിക്കുന്നതെന്നുള്ളത് ഉറപ്പുവരുത്തണം. അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷന് പ്രാധാന്യം കൊടുത്ത് വേണം പഠിക്കാൻ. ഈ രീതിയിൽ നിങ്ങളൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് കൃത്യമായി പഠിച്ച് റിവൈസ് ചെയ്താൽ ഇനിയുള്ള ദിവസം മാത്രം മതി നിങ്ങൾക്ക് ഈ പരീക്ഷ ക്ലിയർ ചെയ്യാനായിട്ട്. ഞാൻ വീണ്ടും പറയുന്നു, പ്രിലിമിനറി ഘട്ടമാണ്. ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായി പഠിച്ച് നേടാൻ സാധിക്കും. നമുക്ക് നോക്കാം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. ഇപ്പോൾ CCയുടെ ഇവിടുത്തെ നമ്മുടെ 25 ഡേ പ്ലാനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, ഏകലവ്യയുടെ 25 ഡേ പ്ലാനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിനകത്ത് ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡേ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, ഡേ 1 എന്ന് പറയുന്നത് 3 സബ്ജക്ട്സിനായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ജനറൽ അവയർനെസ്, റീസണിങ് എബിലിറ്റി, ജനറൽ ഇംഗ്ലീഷ്. ജനറൽ അവയർനെസ്സിൽ നാഷണൽ സിമ്പിൾസ്, അതുപോലെ തന്നെ അത് 3 പാർട്ടായിട്ടാണ് നമ്മൾ നമ്മുടെ വീഡിയോസിന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് പഠിക്കാൻ എളുപ്പത്തിനായിട്ട് 3 പാർട്ടായിട്ട്, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. ഇത് അത്യാവശ്യം നാഷണൽ സിമ്പിൾസ് ഒക്കെ ഇനി ആയാലും നമുക്ക് വെറുതെ കേട്ടാൽ തന്നെ ഇതിൽ നിന്ന് പല കാര്യങ്ങളും ഓർമ്മ വരും അല്ലേ. കാരണം നമ്മൾ PSCക്ക് പഠിച്ചിട്ടുണ്ട്, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് കേട്ട് ഈ കാര്യങ്ങളെ കൃത്യമായി ഓർഗനൈസ് ചെയ്താൽ തന്നെ നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റും. വീണ്ടും സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അത് നമ്മളുടെ റീസണിങ് എബിലിറ്റിയിൽ വരുന്നതാണ്. അതും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ വീഡിയോ ക്ലാസ്സസിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ ഈസി ആയിട്ട് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെയും അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ജനറൽ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ടൈപ്സ് ഓഫ് സെന്റൻസ്, ആർട്ടിക്കിൾസ് വർക്ക്ഔട്ട്. അതായത് ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഭാഗത്തിന് എന്തുകൊണ്ട് ഇവിടെ പ്രയോറിറ്റി കൊടുത്തു എന്ന് ചോദിച്ചാൽ PYQവിൽ കൃത്യമായി ചോദിച്ചിട്ടുള്ള ഭാഗമാണ് ആർട്ടിക്കിൾസ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോപ്പർ ഈസ് ഡാഷ് യൂസ്ഫുൾ മെറ്റൽ, അവിടെ ഏത് ആർട്ടിക്കിൾ ആണെന്ന് കൃത്യമായി ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രയോറിറ്റി കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി സെക്കൻഡ് ഡേയിലേക്ക് പോകുമ്പോൾ വീണ്ടും ICT, നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ICT. അതിൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 1, 2, 3 പാർട്ട്, ഈ 3 പാർട്ട്. ഒരു പാർട്ട് എന്ന് പറയുന്നത് ഏകദേശം 15 മിനിറ്റിനും 20 മിനിറ്റിനും ഇടയിലുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ആ ഒരു പാർട്ട് കണ്ട് തന്നെ നമുക്ക് അവിടെ വെച്ച് തന്നെ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ്, ബേസിക് റിക്വയർമെൻറ്റ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നു. അതുപോലെ ജനറൽ ഹിന്ദി, വേർഡ്സ്. ഹിന്ദി നിങ്ങൾക്ക് അറിയില്ല അല്ലെങ്കിൽ ഭയങ്കര പാടാണ്, ഞാനത് സ്കിപ്പ് ചെയ്യുക, വേണ്ട. അങ്ങനെ സ്കിപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. വളരെ ബേസിക്കായിട്ട് നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്ന് റിവൈസ് ചെയ്താൽ മതി. അതിന് ബേസിക്സ് വേർഡ്സിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. 1 മാർക്കാണെങ്കിലും കിട്ടിയാൽ വലിയ കാര്യമല്ലേ, എന്തിനാണ് വെറുതെ കളയുന്നത്. ഓക്കെ, സോ സെക്കൻഡ് ഡേയിൽ നമ്മൾ ഹിന്ദി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ജനറൽ അവയർനെസ്, നാഷണൽ സിമ്പിൾസിൻ്റെ ബാക്കി ഭാഗങ്ങൾ, റീസണിങ് എബിലിറ്റിയിൽ പസിൽസ്, ജനറൽ ഇംഗ്ലീഷ് ഓക്സിലറി വെർബ് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഡേ 3ൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഡേ 4ലേക്ക് വരുമ്പോൾ വീണ്ടും ICT കമ്പ്യൂട്ടർ ടോപ്പിക്സുമായിട്ട് വരുന്നുണ്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ലെവൽസ് ഓഫ് ടീച്ചിങ്, ഹിന്ദിയിൽ സിനോണിംസ്, ഒരേപോലുള്ള വാക്കുകളാണ് അവിടെ വരുന്നത്. ആൻഡ് ഡേ 5ലേക്ക് വരുമ്പോൾ GKയിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം പഠിക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. നമ്മൾ തന്നെ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് എന്ത് പഠിക്കണം, എന്ത് കളയണം എന്ന് നമുക്കറിയില്ല. ഇവിടെ കൃത്യമായിട്ട് ഏത് ഭാഗം പഠിക്കണോ ആ ഭാഗത്തെ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ജനറൽ ഹിന്ദിയിലാണെങ്കിൽ സിനോണിംസ്. ഇനി റീസണിങ്ങിൽ ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ ബേസ്ഡ് പ്രോബ്ലംസ് അല്ലേ. ബ്ലഡ് റിലേഷനൊക്കെ നമുക്കറിയാം കൃത്യമായിട്ട് എന്താണ് അവിടെ ചോദിക്കുന്നത് അറിയാം. അവിടെ വേണ്ടത് ഒരു ബേസിക് പ്രാക്ടീസും അതെങ്ങനെ ചിന്തിക്കണം എന്ന് നിങ്ങളെ ഗൈഡ് ചെയ്ത് തരാൻ ഒരാളുമാണ്. ആ ചിന്തിക്കേണ്ട രീതിയാണ് ഇവിടെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുന്നത്. ആൻഡ് ഡയറക്ഷൻ ബേസ്ഡ് പ്രോബ്ലംസ്, ഇതെല്ലാം നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ മാത്സ് പഠിക്കുന്നതിനേക്കാളും ഈസിയാണ് നമുക്ക് റീസണിങ് പഠിക്കാനായിട്ട്. കാരണം അത് നമ്മുടെ ലോജിക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് എന്ത്, നമ്മളുടെ റീസണിങ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ടൈം ടേബിൾ മുന്നോട്ട് പോകുമ്പോൾ ഏകദേശം
6 ദിവസത്തിന് ശേഷം 7ാമത്തെ ദിവസം എന്ന് പറയുന്ന ഒരു റിവിഷൻ ഡേ ആണ്. അതായത് മുൻപേ കഴിഞ്ഞ 6 ദിവസത്തെ ബേസ് ചെയ്ത് പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്യാനും പരീക്ഷകൾ എഴുതി നോക്കാനും ഉള്ള ഒരു ദിവസം. സോ ഈ രീതിയിലാണ് നമ്മളുടെ ഓരോ വീക്കും മുന്നോട്ട് പോകുന്നത്. 25 ഡേയ്സിലേക്ക് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ റീഅറേഞ്ച് ചെയ്ത് റിവിഷനുള്ള പ്രൊവിഷനും കൂടി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ മോഡൽ എക്സാംസ് എഴുതുന്നുണ്ട്, മോക്ക് എക്സാംസ് എഴുതുന്നുണ്ട്, ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ സെഷൻസിനെ ബേസ് ചെയ്ത് അധ്യാപകരോടൊപ്പം നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. എന്താണ് ലൈവ് ക്ലാസ്സസ്? CCയുടെ ലൈവ് ക്ലാസ്സസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നിങ്ങൾ തന്നെ ഇരുന്നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ, ആപ്പിലൂടെ നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ അധ്യാപകരോടൊപ്പം നിങ്ങൾ റിവൈസ് ചെയ്യുന്നു. നമ്മൾ തന്നെ റിവൈസ് ചെയ്യുമ്പോൾ പഠിച്ചത് മാത്രമാണ് പഠിക്കുന്നത്. എന്നാൽ അധ്യാപകരോടൊപ്പം ഒരു ലൈവ് ക്ലാസ്സിൽ നിന്ന് റിവൈസ് ചെയ്യുമ്പോൾ ചോദ്യങ്ങളിലൂടെ ആ ചോദ്യങ്ങളെ പല ഡയമെൻഷനിൽ കണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഫാക്ടേഴ്സ് ഇവിടെ വന്നു, അല്ലെങ്കിൽ എന്തെല്ലാമാണ് ഈ ഒരു ഓപ്ഷൻ ഇവിടെ വരാനുള്ള കാരണം എന്നിങ്ങനെ കൃത്യമായി അനലൈസ് ചെയ്ത് ആ രീതിയിൽ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസിനെ ഫാക്ട് ബേസ്ഡ് ആയിട്ട് പഠിക്കുന്നു. സോ ഇങ്ങനെ പഠിച്ചായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇതുവരെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചില്ല, ഏകലവ്യ ക്ലാസ്സസിൽ അല്ലെങ്കിൽ ഏകലവ്യ സ്കൂൾസ് ഒരുപാട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? സോ വലിയൊരു അവസരമാണ്. എഴുതി നോക്കുക, നന്നായിട്ട് പഠിച്ച് നോക്കുക. 20-25 ദിവസം മാത്രം മതി എന്തിന്, ഈ ഒരു പ്രിലിമിനറി ഘട്ടം ക്വാളിഫൈ ചെയ്യാനായിട്ട്. ഒരു ടെൻഷനും വേണ്ട, ഇങ്ങ് പോന്നോളൂ. നമ്മുടെ 25 ഡേ ബാച്ചിലേക്ക് നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിലാക്സ്ഡ് ആയിട്ട്, കൂളായിട്ട് ഒരുപാട് പേരോടൊപ്പം പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരോടൊപ്പം നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇങ്ങ് പോന്നോളൂ. നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരം അറിയാനായിട്ട് 8589083568 എന്ന ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം ഇൻ ഹൗസ് ക്ലാസ്സസിൽ. താങ്ക് യു.